ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. എൻട്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ടാലി സെറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുമ്മാതെ മോഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് വൗച്ചർ എൻട്രി വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എൻട്രി സിസ്റ്റമാണ് വരുന്നത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. ക്യാഷ് 100 രൂപ കൊടുക്കുവാണ്. നെഗറ്റീവ് ക്യാഷ് ഇല്ല. സാലറി, അക്കൗണ്ടിൽ സാലറി 100 രൂപ എൻട്രി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒത്തിരി അങ്ങോട്ട് നമ്മൾ സേവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കൃത്യമായി അറിയുക എന്ന് പറയുന്നത് തന്നെ ശ്രമകരമാണ്. കാര്യം കുറേ നാളായിട്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യാതിരിക്കുന്ന അക്കൗണ്ടന്മാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ഡെബിറ്റ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്താൽ ഡെബിറ്റും ക്രെഡിറ്റും മാറിപ്പോയാലുള്ള ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാലി സോഫ്റ്റ്വെയറിനെ നമ്മൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് മോഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇപ്പം ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനെ സിംഗിൾ എൻട്രി ആയിട്ട് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ശ്രമമൊന്നുമില്ല. വൗച്ചർ എൻട്രി പ്രസ് ചെയ്യുക, വി പ്രസ് ചെയ്യുക. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ധാരാളം കമാൻഡുകളുണ്ട്. ഇതിൽ ചേഞ്ച് മോഡ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഡബിൾ എൻട്രി ആണ് നമുക്കിവിടെ നിലവിൽ ഉള്ളത്. അതിനെ സിംഗിൾ എൻട്രി ആയിട്ട് മാറ്റണം. ഇത് മൗസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡൗൺ ആരോ ഉപയോഗിച്ചോ താഴേക്ക് മാറ്റിയിട്ട് സിംഗിൾ എൻട്രിയിൽ വെച്ചിട്ടൊന്ന് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇത് സിംഗിൾ എൻട്രി ആയി മാറി. സിംഗിൾ എൻട്രിയുടെ പ്രത്യേകത വരുന്നത് മുകളിൽ ഇവിടെ ഒരു അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. താഴെ നേരെ ഓപ്പോസിറ്റ് താഴെയും ഒരു എൻട്രി ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഈ മുകളിൽ വരുന്നത് 2 കാര്യങ്ങൾ മാത്രമേ മുകളിൽ വരുള്ളൂ. നമ്മൾക്ക് പണം വരുന്നത് ഒന്നുകിൽ പണമായിട്ട് വരും, അല്ലെങ്കിൽ ബാങ്കിൽ വരും. നമ്മൾ പണം കൊടുക്കുന്നത് ഒന്നുകിൽ പണമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കൊടുക്കും. ഈ 2 കാര്യങ്ങൾ, അതായത് ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറയുന്ന കാര്യം മാത്രമേ മുകളിൽ വരുള്ളൂ. ഇവിടെ നമുക്ക് CDS അക്കൗണ്ടൻ്റ് എന്ന് അടിക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് ക്യാഷ് എന്ന് അടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഓൺ ഫണ്ട്, ബാങ്കിൻ്റെ പേരല്ലേ ഓൺ ഫണ്ട് എന്ന് പറയുന്നു, ഓൺ ഫണ്ട് എന്ന് അടിക്കാൻ പറ്റും. അപ്പം മുകളിൽ വരുന്നത് ബാങ്ക് ഓർ ക്യാഷ്. ഇനി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ അതിന് റെസിപ്റ്റ് അടിക്കുമ്പോൾ ഓൺ ഫണ്ടിലേക്ക് വന്നു കൂട്ടിച്ചേർക്കപ്പെടും. പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻ്റ് അടിച്ചിട്ടാണ് ഓൺ ഫണ്ട് അടിക്കുന്നതെങ്കിൽ ബാങ്കിൽ നിന്ന് കൊടുക്കും. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക് മുഖേനയുള്ള ട്രാൻസാക്ഷൻസ് വരികയും പോവുകയും ചെയ്യുമ്പോൾ ഓൺ ഫണ്ട് സെലക്ട് ചെയ്യുക. റെസിപ്റ്റ് ആണെങ്കിൽ റെസിപ്റ്റ് F6 പ്രസ് ചെയ്യും. പേയ്മെൻ്റ് ആണെങ്കിൽ F5 പ്രസ് ചെയ്തും അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ക്യാഷ് ആണെങ്കിൽ അവിടെ ക്യാഷ് എൻട്രി ചെയ്യുക. ക്യാഷ് ബാലൻസ് 0 ആണ്. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റാച്ച് എന്തിനാണോ കൊടുത്തതെന്നുള്ളത്, താഴെ കൊടുക്കുന്നത് എന്താണ് കൊടുത്തത്, അക്കൗണ്ടൻറ്റ് സാലറി ആണോ, സ്റ്റേഷനറി ആണോ, മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് ആണോ, എന്തായിട്ടാണോ കൊടുത്തത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെ മുകളിൽ കൊണ്ടുപോയി മീറ്റിംഗ് റിഫ്രഷ്മെൻ്റ് ഒന്നും അടിക്കാൻ പറ്റത്തില്ല, വരത്തില്ല, സ്പെല്ലിംഗ് എറർ കാണിക്കുന്നു. അവിടെ കൊണ്ടുപോയി സ്റ്റേഷനറി അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാരണവശാലും ഈ എൻട്രിക്ക് തെറ്റ് വരാൻ പറ്റില്ല എന്നുള്ളതാണ്. തെറ്റിക്കത്തില്ല നമ്മളെ. അതാണ് നമ്മുടെ സിംഗിൾ എൻട്രിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ വരുന്നത് ബാങ്ക് ഓർ ക്യാഷ് മാത്രമേ വരികയുള്ളൂ. താഴെ നമുക്ക് എന്ത് വേണമെങ്കിലും, ഏത് ഇനത്തിലാണ് ചിലവാക്കിയത്, ഇവിടെ ബാനർ എന്ന് പറഞ്ഞൊരു ലെഡ്ജർ ഉണ്ടെങ്കിൽ ഇവിടെ ബാനർ അടിച്ചു കൊടുത്താൽ മതി. ബാലസഭ ശിവത്തുലസനം ബാലസഭ അവിടെ വരും. അപ്പോൾ എന്ത് ഇനത്തിലാണോ ചിലവാക്കിയത് അത് നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിട്ട് താഴെ അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ റെസിപ്റ്റും പേയ്മെൻറ്റും കൃത്യമായിരിക്കണം എന്നുള്ളത് മാത്രം വളരെയേറെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ തുടക്കക്കാരെന്നുള്ള നിലയിൽ നമ്മൾക്ക് സിംഗിൾ എൻട്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഗുണകരം. പെട്ടെന്ന് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് പോകുന്നതിനും ട്രാൻസാക്ഷൻസിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും അറിയുന്നതിനും ഒക്കെ
വളരെ ശ്രമകരമാണ്. അപ്പോൾ അത് ഏറ്റവും സിമ്പിളായിട്ട് എൻട്രി ചെയ്യാനായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റമാണ് നല്ലത്. സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രിയും തമ്മിൽ ചില വ്യത്യാസങ്ങളും ഉണ്ട്. ഇനി അടുത്തൊരു സംശയം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിലവിൽ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് പോയതാണ്, അതിനെ സിംഗിൾ എൻട്രിയിലേക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ ചെയ്യണോ എന്നുള്ളതാണ്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നിലവിൽ ചെയ്തിട്ടുള്ളതിനെ മോഡ് മാത്രം മാറ്റിയാൽ മതി. ഞാനിപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. നമ്മളിവിടെ ഡിസ്പ്ലേ ഡേ ബുക്ക് നമ്മുടെ എൻട്രി എടുത്ത് കാണിച്ചു തരാം. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാഷ് മുകളിൽ വന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മോഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇത് ഡബിൾ എൻട്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. NHG ഓഡിറ്റ് ഫീസും NHG അപ്ലിക്കേഷൻ ഫീസും ക്രെഡിറ്റിൽ വന്നു, ഡെബിറ്റിൽ വന്ന് ക്യാഷാണ്. ഇത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇതാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ഇത്രയും ആലോചിച്ച് ചെയ്യണം. അത് ക്യാഷ് മുകളിൽ പോയാൽ നേരെ ഓപ്പോസിറ്റ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ സിംഗിൾ എൻട്രിയിലാണെങ്കിൽ ഒരു കാരണവശാലും ക്യാഷ് താഴെ അടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ക്യാഷ് മുകളിൽ മാത്രമേ അടിക്കാൻ പറ്റത്തുള്ളൂ. താഴെ കൊണ്ടുവന്ന് ക്യാഷ് അടിക്കാൻ പറ്റും, ഒറ്റ കേസിലേ പറ്റുള്ളൂ. കോൺട്രാ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷും ബാങ്കും മുകളിലും താഴെയും അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ ഇത് ചെയ്തു പോകാൻ ശ്രമിക്കുക. സിംഗിൾ എൻട്രി ആകുമ്പോൾ 95% എററുകളും ഒഴിവാക്കപ്പെടും. ഇനി ഏതെങ്കിലും ഒരു എൻട്രി ഇട്ടത് റെസിപ്റ്റിന് പകരം പേയ്മെൻ്റ് ആക്കി അടിച്ചു കൊടുത്താൽ നേരെ ഓപ്പോസിറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എങ്കിലും ആ എൻട്രി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് F6, F4, F5, F6 ഒന്ന് മാറ്റി അടിച്ചു കൊടുത്താൽ നമുക്ക് റെസിപ്റ്റ് പേയ്മെൻറ്റ് മാറി മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്നിട്ട് തന്നെ സേവ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെയും അതിൻ്റെ എൻട്രിയെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ തുടക്കക്കാർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അഭികാമ്യമായിട്ടുള്ള കാര്യം. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളത് മാത്രം ഒന്ന് സൂചിപ്പിക്കുന്നു. ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞിരുന്നല്ലോ. V പ്രസ് ചെയ്യുക, ചേഞ്ച് മോഡ് എടുക്കുക, ഇവിടെ സിംഗിൾ എൻട്രിയിലേക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് എൻ്റർ അടിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.